അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹത്തെക്കുറിച്ചും കോൺട്രവേഴ്സീസിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷനാണ് ഇന്ന് ചെയ്യുന്നത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹങ്ങളിൽ ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ളത് രണ്ട് വിവാഹങ്ങളായിരുന്നു. അതിലൊന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ആയിട്ടുള്ള വിവാഹവും രണ്ടാമത്തത് സൈനബ് ബിൻ ജഹ്ഷ് എന്ന് പറഞ്ഞ അവരുമായിട്ടുള്ള വിവാഹം. അല്ലാതെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയോ അല്ലെങ്കിൽ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയോ അല്ലെങ്കിൽ സൗദ റളിയല്ലാഹു അൻഹയോ ഒന്നും വിവാഹം ചെയ്തതിൽ ആളുകൾക്ക് കംപ്ലൈൻറ്റോ പരാതിയൊന്നുമില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ അറ്റാക്ക് നടക്കുന്നത് നമ്മൾ പറഞ്ഞ പോലെ ആയിഷ റളിയല്ലാഹു അൻഹയെയും പിന്നെ സൈനബ് ബിൻ ജഹ്ഷ് റളിയല്ലാഹു അൻഹയും ആയിട്ടാണ്. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ നമുക്കറിയാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്യുമ്പോൾ അവർക്ക് 6 വയസ്സാണ്. 9 വയസ്സ് ആയപ്പോഴാണ് കൂട്ടിക്കൊണ്ടുപോകുന്നതും അവരൊരുമിച്ച് ജീവിക്കാൻ തുടങ്ങുന്നതും. അപ്പോൾ അതാണ് അറ്റാക്കിൻ്റെ ഒരു കാരണം. രണ്ടാമത്തത് സൈനബ് ബിൻ ജഹ്ഷ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വളർത്തുപുത്രനെ ആയിട്ട് വിവാഹം ചെയ്തിരുന്ന ആളാണ്. പിന്നീട് അവർ ഉപേക്ഷിച്ചപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ വിവാഹം ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് കോൺട്രവേഴ്സി പറഞ്ഞ രണ്ട് കേസും. ഈ രണ്ട് കേസും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ഇഷ്ടപ്രകാരം വിവാഹം ചെയ്തതല്ല. ഈ രണ്ട് കേസുകളും അള്ളാഹുവിൻ്റെ എന്താ പറയുക ഡിവൈൻ ഇൻസ്ട്രക്ഷൻ, അള്ളാഹുവിൻ്റെ കമാൻഡ് പ്രകാരം ഉണ്ടായതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ഇഷ്ടത്തിന് ചെയ്തതല്ല. സൈനബ് ബിൻ ജഹ്ഷ് ആയിട്ടുള്ള വിവാഹത്തിൽ ഖുറാനിൽ സൂറത്തുൽ അഹ്സാബിൽ പറയുന്നുണ്ട്, സെയ്ദ് അവരെ ഉപേക്ഷിച്ചപ്പോൾ ഞാൻ അവളെ കല്യാണം കഴിക്കാൻ നിന്നോട് പറഞ്ഞു എന്നുള്ള രീതിയിൽ മുഹമ്മദ് നബിയോട് പറയുന്നതായിട്ട്. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിച്ചതും ഒരു സ്വപ്നം കണ്ടതാണ്. കാരണം നമുക്കറിയാം അമ്പിയാക്കൾക്ക് സ്വപ്നം എന്നുള്ളത് ഒരു വഹീൻ്റെ രൂപമാണ് അല്ലേ. ഖുറാനിലൂടെ മാത്രമല്ല, ഒരു റിവലേഷനാണ് സ്വപ്നങ്ങൾ കൂടി. ബുഖാരിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ജിബ്രീൽ അലൈഹിസ്സലാം എൻ്റെ അടുത്തേക്ക് വന്നു. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ കയ്യിൽ ഇങ്ങനെ സിൽക്ക് ഡ്രസ്സിൽ അല്ലെങ്കിൽ സിൽക്ക് തുണിയിൽ പൊതിഞ്ഞിങ്ങനെ കണ്ടു. ഞാൻ അൺകവർ ചെയ്ത് നോക്കിയപ്പോൾ അല്ലെങ്കിൽ തുറന്ന് തുണി നീക്കി നോക്കിയപ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് ആയിഷ റളിയല്ലാഹു പറയാണ്. എന്നിട്ട് നിൻ്റെ മുഖം കണ്ടു. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് പറഞ്ഞു, ഇതാണ് നിൻ്റെ ഭാര്യ, ഈ ദുനിയാവിലും ആഖിറയിലും നിൻ്റെ ഭാര്യ എന്ന്. അങ്ങനെ ഈ സ്വപ്നം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 പ്രാവശ്യം കണ്ടു. അപ്പോൾ അള്ളാഹുവിൻ്റെ കമാൻഡ് പ്രകാരമാണ് ഇവർ രണ്ടുപേരും വിവാഹം ചെയ്തത്. ഇനി നമുക്കറിയാം 2 ടൈപ്പ് ഓഫ് ആളുകളാണ് ശരിക്കും ഇതിനെ അറ്റാക്ക് ചെയ്യണത്. ഒന്ന് മുസ്ലിങ്ങളാണ്. ആ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ഈമാൻ അത്ര സ്ട്രോങ് അല്ല, വീക്ക് ഫെയ്ത്താണ് അവർക്കുള്ളത്. അപ്പോൾ അവർ ചിന്തിക്കുന്നത് ഈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമോ, എന്തായിരിക്കും ചെയ്തത് എന്നുള്ള രീതിയിലാണ് അവർ ഇതിനെക്കുറിച്ച് ചോദിക്കുന്നതൊക്കെ. അപ്പോൾ അവരോടുള്ള മറുപടി എന്താണെന്ന് വെച്ചാൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ഇഷ്ടത്തിന് ചെയ്തതല്ല, ഇത് അള്ളാഹുവിൻ്റെ കമാൻഡായിരുന്നു. അപ്പോൾ അതൊരു എക്സെപ്ഷണൽ സിറ്റുവേഷൻ ആയിരുന്നു. അത് നബിയുടെ സുന്നല്ല, നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല. നബി ചെയ്തു എന്ന് പറഞ്ഞിട്ട് ആർക്കും പോയിട്ട് 6 വയസ്സുള്ളൊരു കുട്ടിയെ കല്യാണം കഴിക്കാൻ പറ്റില്ല. ഇറ്റ് വാസ് എൻ എക്സെപ്ഷൻ. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ അനുവദിച്ചു കൊടുത്തൊരു സംഭവമാണ്. അപ്പോൾ നമ്മൾ അവരോട് മറുപടി പറയുമ്പോൾ പറയാനുള്ള എന്താ, ഇത് അള്ളാഹുവിൻ്റെ കമാൻഡായിരുന്നു. അപ്പോൾ നമുക്കതിനെ ക്വസ്റ്റ്യൻ ചെയ്യാനൊരു അധികാരമില്ല. നമ്മൾ മുസ്ലിങ്ങളാണ്, നമ്മൾ അള്ളാഹ് പറയുന്നത് അത് എന്താ പറയുക, അതങ്ങനെ വിശ്വസിക്കുകയാണ് അല്ലേ. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ മുസ്ലിംസ്, അതായത് മുസ്ലിം അല്ലാത്തവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറ്റാക്ക് ചെയ്യുമ്പോഴാണ്. അപ്പോൾ അവരോട് പറയാനുള്ള മറുപടി എന്താണെന്ന് വെച്ചാൽ, അവരുടെ പ്രോബ്ലം ശരിക്കും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിച്ചതല്ല പ്രശ്നം. അവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം അള്ളാഹുവിൻ്റെ ദൂതനാണെന്ന് അവർ വിശ്വസിക്കുന്നില്ല, അദ്ദേഹത്തിന് വഹി കിട്ടുന്നെന്ന് അവർ വിശ്വസിക്കുന്നില്ല. അപ്പോൾ ആയിഷാനെ ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു ഇത് മാത്രമായിട്ടാണ് അവർ ഒരു ബേസ് പോലെ കാണിച്ചാണ്. ഇസ്ലാമിനെ അറ്റാക്ക് ചെയ്യാനാണ് അവരുടെ മെയിൻ ഉദ്ദേശം. ഇനിയിപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു വിവാഹം ചെയ്തില്ലെങ്കിൽ അവർ വേറെ എന്തെങ്കിലും പറഞ്ഞിട്ട് അറ്റാക്ക് ചെയ്യുമായിരുന്നു. കാരണം അന്നത്തെ കാലത്ത് എന്തെല്ലാം പറഞ്ഞ് നബീനെ അവർ അറ്റാക്ക് ചെയ്തിരുന്നു. ഭ്രാന്തനാണ്, അതാണ്, ഇത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നല്ലോ. ഇനിയിപ്പോൾ നമ്മൾ അവരോട് പറയുകയാണിത് അള്ളാഹു കമാൻഡ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുമ്പോൾ പിന്നെ എന്താ സുഖം, പടച്ചവൻ പറഞ്ഞിട്ടാണ്ട് ചെയ്താൽ മതിയല്ലോ എന്നുള്ള രീതിയിൽ. അപ്പോൾ അവരെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അവർ ഇസ്ലാമിൽ വിശ്വസിക്കുന്നില്ല, അള്ളാഹിൽ നിന്ന് വഹി കിട്ടുന്നു എന്ന് വിശ്വസിക്കുന്നില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദൂതനാണെന്ന് വിശ്വസിക്കുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ആളുകളുടെ അടുത്ത് നമ്മൾ ആർഗ്യൂ ചെയ്തിട്ടൊരു കാര്യമില്ല. കാരണം അവർക്ക് ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അള്ളാഹു ഓർഡർ ചെയ്താണ് പറഞ്ഞാൽ അള്ളാഹു എന്താ പറയുക നബിക്ക് ഇങ്ങനെ വഹി കൊടുത്തൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ അവർക്ക് പറ്റുന്നേ ഇല്ല.
അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുറാനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് നബിയോട്, അവർ നിങ്ങളെ വിശ്വസിക്കുന്നില്ല, അള്ളാഹുവിൻ്റെ മെസ്സേജ് വിശ്വസിക്കുന്നില്ല, അവരെന്നെ അറ്റാക്ക് ചെയ്യുന്നത് കാരണം നിങ്ങൾ അള്ളാഹുവിൻ്റെ മെസ്സഞ്ചർ ആയതുകൊണ്ട്, അല്ലാണ്ട് നിങ്ങളുടെ പേഴ്സണാലിറ്റിയോ ഒന്നുമല്ല. കാരണം അവർ പറഞ്ഞിരുന്നല്ലോ അല്ലമീനാണ്, ഏറ്റവും സത്യസന്ധനാണ് നബി, എന്തെങ്കിലും പറഞ്ഞാൽ അതിൻ്റെ ബാക്കിയൊന്നുമില്ലായിരുന്നു. പക്ഷേ എന്നിട്ട് പോലും നബിയാണ് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മെസ്സേജ് കൺവേ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് മക്കയിലെ മുശ്രിക്കുകൾ മുഴുവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയത് അല്ലേ. അപ്പോൾ അതേപോലെയാണ് ഈ നോൺ മുസ്ലിംസ് അറ്റാക്ക് ചെയ്യണത്. അപ്പോൾ പിന്നെ നമ്മൾ അവരുടെ അടുത്തൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അള്ളാഹുവിൻ്റെ ഒരു ഇൻസ്ട്രക്ഷനാണ് ഇത് എന്നുണ്ടെങ്കിൽ പിന്നെ അതിൽ നമുക്ക് വേറെ ഒന്നും പറയാനില്ല. അള്ളാഹ് നമ്മളോട് ഒരു ചമരിൻ്റെ അവിടെ നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കും, ചാടാൻ പറഞ്ഞാൽ ചാടണം, അത്രയല്ലേ ഉള്ളൂ. ഇനി എന്തുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആയിഷ റളിയല്ലാഹു അൻഹയുമായിട്ടുള്ള വിവാഹം ഇത്ര ഇമ്പോർട്ടൻ്റ് ആവാനുള്ള കാരണം? ഒന്ന്, നമുക്കുള്ള ഏറ്റവും ഗ്രേറ്റസ്റ്റ് ബ്ലെസ്സിങ് ആണ് ഈ ഒരു വിവാഹം എന്ന് പറയുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ എന്ന് പറഞ്ഞാൽ ഒരു സ്കോളറിൻ്റെ, ഒരു പണ്ഡിതയുടെ ഇതായിരുന്നു. നല്ല ബുദ്ധിയുള്ള, ഭയങ്കര ഇൻ്റലിജൻ്റ് ആയിട്ടും പിന്നെ ഭയങ്കര ക്യൂരിയസ് നേച്ചറായിരുന്നു. നല്ല അറിയാനുള്ളൊരു ത്വര ഉണ്ടല്ലോ, അതുണ്ടായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ സ്വന്തം പറയുന്നുണ്ട്, സഹാബികളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും പറയുമ്പോൾ ഹദീസ് കേൾക്കുമ്പോൾ തന്നെ അവർ ഇമ്മീഡിയറ്റ്ലി അത് ഫോളോ ചെയ്യും. പക്ഷേ ആയിഷ റളിയല്ലാഹു അൻഹ തിരിച്ച് നബിയോട് അതിനെക്കുറിച്ച് കുറേ ചോദ്യങ്ങൾ ചോദിക്കും, എന്താണ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ. കാരണം ഒന്ന്, ആയിഷ റളിയല്ലാഹു അൻഹ ഭാര്യയാണ്, പിന്നെ ഒന്ന് കുട്ടി അല്ലെങ്കിൽ ആ ഒരു ചെറുപ്പത്തിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ. പിന്നെ അത് മാത്രമല്ല ആയിഷ റളിയല്ലാഹു എന്ന് പറഞ്ഞാൽ ആ ഒരു ഇൻഫോർമൽ റിലേഷൻ ഉണ്ടാകുമ്പോൾ നമുക്കിങ്ങനെ ചോദിക്കുക, ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. മറ്റുള്ളവർക്ക് എന്ന് പറഞ്ഞാൽ മനസ്സിൽ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ പോലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമനെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതുകൊണ്ട് അവർ അങ്ങനെ ഒരു ദേ വുഡ് ഇൻവെൻ ഡയർ ടു ഡു ഇറ്റ് എന്നാണ്. അപ്പോൾ ആരെങ്കിലും ഒരാൾ വേണം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയും ക്ലോസ് റിലേഷൻഷിപ്പ് ഉള്ളത് ഒരാൾ വേണമായിരുന്നു ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിച്ച് നമുക്ക് പലതും ക്ലാരിഫൈ ചെയ്ത് തരാൻ വേണ്ടിയിട്ട്. ഒരു സ്വഹാബി ഉണ്ട്, അമ്ർ ബിൻ ആസ് എന്നിട്ട്. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രത്തോളമൊക്കെ സ്നേഹിച്ചിരുന്നു വെച്ചാൽ അദ്ദേഹത്തിനെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞാൽ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റില്ല. കാരണം എത്രത്തോളം സ്നേഹവും അഡ്മിറേഷനും റെസ്പെക്റ്റ് ഉണ്ടായിരുന്നു വെച്ചാൽ, ഞാൻ കൂടെ ജീവിച്ചിട്ട് എനിക്ക് കണ്ണിലേക്ക് അല്ലെങ്കിൽ മുഖത്തേക്ക് ഇങ്ങനെ നേരെ നോക്കാൻ പോലും പറ്റില്ല, അത്രയ്ക്ക് റെസ്പെക്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നതെന്ന്. പക്ഷേ ആയിഷ റളിയല്ലാഹു അൻഹ ഭയങ്കര യങ് ആണ്, ഒരു കുട്ടിക്കളിയുടെ പ്രായമാണ്, നല്ല ക്ലോസ് റിലേഷൻഷിപ്പാണ്. ഇനിയിപ്പോൾ എന്തെങ്കിലും പറഞ്ഞാലും ആർഗ്യൂ ചെയ്താലും കുഴപ്പമില്ല, പക്ഷെ വേറെ ആരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ട് ആർഗ്യൂ ചെയ്യില്ലല്ലോ. പിന്നെ അത് മാത്രമല്ല, പിന്നീട് ആയിഷ റളിയല്ലാഹു അൻഹ ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ സ്കോളറായി മാറി. അതേപോലെ ടോപ്പ് 7 നരേറ്റേഴ്സ് ഓഫ് ഹദീസിൽ ആയിഷ റളിയല്ലാഹു അൻഹ 4ാമത്തെ ആളാണ് ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തതിൽ. നമ്പർ 1 അബൂ ഹുറൈറ 5000-ന് മേലെ, രണ്ടാമത്തത് അബ്ദുള്ള ബിൻ ഉമർ 2600 ഹദീസോളം, മൂന്നാമത്തെ അനസ് ബിൻ മാലിക് 2400 ഹദീസോളം, പിന്നെ 4ാമത്തത് ആയിഷ റളിയല്ലാഹു അൻഹയാണ് 2200 ഹദീസോളം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കിയാൽ അറിയാം, രണ്ടാമത്തെ, മൂന്നാമത്തെ, 4ാമത്തെ തമ്മിലൊരു 200 ഒക്കെ ഹദീസുകൾ തമ്മിലുള്ള വ്യത്യാസമുള്ള അബൂ ഹുറൈറയാണ് ഏറ്റവും കൂടുതൽ ഔട്ട്സ്റ്റാൻഡിങ് ആയി നിൽക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത് അദ്ദേഹത്തിന് നേരെ വിഷ്യസ് അറ്റാക്സ് നടക്കുന്നുണ്ടെന്ന്. നമ്മൾ ഏത് ഫിഖിൻ്റെ ബുക്ക് എടുത്താലും, ഏത് ഹദീസ്, ഏത് ഇമാമിൻ്റെ ആയിക്കോട്ടെ, ഹനഫിയ, ഷാഫിയ, ഹംബലി, മാലിക്, ഏതെടുത്താലും ആയിഷ റളിയല്ലാഹു അൻഹയുടെ നോളേജ് അവിടെ ഉണ്ട്. നമ്മൾ ആയിഷ റളിയല്ലാഹുവിൻ്റെ പേര് എന്തായാലും ക്രോസ് ചെയ്യും പഠിക്കുമ്പോൾ. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് ശരിക്കും സർപ്രൈസ് ആയിരുന്നു. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നിട്ട് മോളെ വിവാഹം ചെയ്ത് തരാൻ പറയുമ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു സർപ്രൈസ്ഡ്, പറഞ്ഞു ഞാൻ നിൻ്റെ സഹോദരനാണ്, എന്ന് വെച്ചാൽ നമ്മളത്ര ഒരേ ഏജിൻ്റെ അടുത്തുള്ള ആളാണ്, ഇപ്പോൾ നീ എന്നോട് മോളെ ചോദിക്കുന്നത് അത്ര ഇതല്ലല്ലോ എന്നുള്ള രീതിയിൽ. പക്ഷേ അത് അള്ളാഹുവിൻ്റെ കമാൻഡാണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഒന്നും അതിനെക്കുറിച്ച് ചോദിക്കാനോ എടുക്കാനോ ഒന്നുമില്ല. ഇതിൽ നമുക്കൊരു പാഠം കൂടി ഉണ്ട്. നമ്മൾ ചില കാര്യങ്ങൾ നമുക്ക് തുടക്കത്തിൽ ഇഷ്ടപ്പെടാതെ ഇരുന്നാൽ പോലും അതിൽ ചിലപ്പോൾ ഒരുപാട് നല്ലത് നമുക്കുണ്ടാവും. കാരണം അള്ളാഹുവിനാണ് അതിലറിയുള്ളൂ. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ചെറിയ കുട്ടീനെ കല്യാണം കഴിക്കണമെന്ന് തോന്നും, പക്ഷെ അതിൽ നമുക്ക് ഒരുപാട് ബ്ലെസ്സിങ് ഉണ്ടായിരുന്നു അല്ലേ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ അള്ളാഹുവിനോട് താങ്ക്ഫുൾ ആയിരിക്കണം ഈ ഒരു സംഭവത്തിൽ. കാരണം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്ക് ഒരു കാര്യം കൂടി അറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹക്ക് വെറും 18 വയസ്സുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ മറ്റുള്ളവരൊക്കെ ഇപ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ ആയിക്കോട്ടെ, ബാക്കിയുള്ളവരൊക്കെ വേഗം വേഗം മരിച്ചു പോയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഒരുപാട് നാൾ നിന്ന് ഈ ഹദീസുകളും ഇസ്ലാമും ഒക്കെ പ്രചരിപ്പിക്കാൻ ആയിഷ റളിയല്ലാഹു അൻഹ ഒരുപാട് എന്താ പറയുക, നമുക്കതൊരു ബ്ലെസ്സിങ് ആയിട്ട് തന്നെ ഉണ്ട്. നമുക്കിനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റുള്ള വിവാഹങ്ങളെക്കുറിച്ചൊന്ന് നോക്കാം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേറൊരു ഭാര്യയായിരുന്നു ഉമ്മു ഹബീബ. അവരെന്ന് പറഞ്ഞാൽ അബിസീനിയയിലേക്ക് അദ്ദേഹത്തിൻ്റെ ഭർത്താവിൻ്റെ കൂടെ പോയി. പക്ഷെ അവിടെ ചെന്നപ്പോൾ ഭർത്താവ് ക്രിസ്ത്യനിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്തു. അപ്പോൾ ഭയങ്കര ഒരു മിസറബിൾ ടൈമായിരുന്നു. കാരണം അബൂ സുഫിയാൻ്റെ മോള് കൂടിയായിരുന്നു. പിന്നീട് അവരുടെ ഭർത്താവ് മരിച്ചു പോകുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ലെറ്റർ അയക്കുകയാണ്. അമ്ർ ബിൻ ഉമയ്യ എന്ന സഹാബിയിൽ കൂടെ നജ്ജാഷി രാജാവിന് അയച്ചിട്ട് പറയാണ് എനിക്ക് ഉമ്മു ഹബീബിനെ കല്യാണം കഴിച്ച് തരണം എന്നുള്ള രീതിയിൽ. കാരണം ഉമ്മു ഹബീബക്ക് ഉണ്ടായിരുന്ന ആ പ്രശ്നങ്ങളൊക്കെ കണ്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയങ്കര സിമ്പതി ഉണ്ടായിരുന്നു. ഹൺഡ്രഡ്സ് ഓഫ് കിലോമീറ്റേഴ്സ് അപ്പുറത്താണ് അവർ നിൽക്കുന്നത്. എന്നിട്ടും അങ്ങനെ കല്യാണം കഴിക്കണം എന്നുള്ള ഒരു ഇത് നബിക്ക് തോന്നി. സ്കോളേഴ്സൊക്കെ പറയണത് എന്താ വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഏറ്റവും ഫാർദസ്റ്റ് മാരേജ് ദൂരെ ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹം മദീനയിലും അവരുള്ളത് അബിസീനിയയിലാണ്. അങ്ങനെ ഉണ്ടായൊരു വിവാഹമാണ്. അത് മാത്രമല്ല അബൂ സുഫിയാൻ്റെ മോളും കൂടിയാണ്. അബൂ സുഫിയാൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ശത്രുവായിരുന്നു അല്ല ഇസ്ലാമിൻ്റെ. പക്ഷേ അബൂ സുഫിയാൻ ഈ ഒരു വിവാഹ വാർത്ത കേട്ടപ്പോൾ അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞാൽ സന്തോഷമാണ് തോന്നിയത്. ഈവൻ ദോ അബൂ സുഫിയാൻ ഖുറൈശികളുടെ ലീഡറായിരുന്നു, ഇസ്ലാമിനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ലീഡർ ആയിരുന്നെങ്കിൽ കൂടിയും അദ്ദേഹത്തിന് സന്തോഷം തോന്നി. അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ മുഹമ്മദിനേക്കാൾ ബെറ്ററായിട്ട് എൻ്റെ മോളെ കല്യാണം കഴിക്കാൻ വേറെ ആരാ ഉള്ളതെന്നാണ് പറഞ്ഞത്. കാരണം നബിയുടെ സ്വഭാവത്തെക്കുറിച്ചാണെങ്കിലും പിന്നെ നബിയുടെ ലീനിയേജ് ആ ഒരു പരമ്പര നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ കൊണ്ട് നല്ലൊരു ഇതാണല്ലോ. ബനു ഹാഷിമി എന്നാണ്, ഇത്രയും വലിയൊരു ഓണറാണ് ശരിക്ക് ബനു ഹാഷിം എന്ന് ആരെങ്കിലും സ്വന്തം മോളെ കല്യാണം കഴിക്കാമെന്നൊക്കെ. അപ്പോൾ അബൂ സുഫിയാൻ്റെ പ്രശ്നം മുഹമ്മദ് നബി ആയിട്ടല്ലായിരുന്നു, അദ്ദേഹത്തിൻ്റെ മതം അല്ലെങ്കിൽ റിലീജിയനെ മാത്രമായിരുന്നു. പക്ഷേ ഈ വിവാഹത്തോടെ അബൂ സുഫിയാനെ സോഫ്റ്റ് ആവുകയും എന്താ പറയുക മനസ്സൊക്കെ സോഫ്റ്റായി കുറച്ചും കൂടി ഇസ്ലാമിലേക്ക് ക്ലോസറായി. പിന്നീട് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ആയിട്ടുള്ള വിവാഹമാണ് അടുത്തത്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ എന്ന് പറഞ്ഞാൽ അബിസീനിയയിലേക്ക് ഹിജ്റ പോയി. പിന്നെ അവൾ തിരിച്ചു വന്നു. പിന്നെ മദീനയിലേക്ക് ഹിജ്റ പോയി. എന്നിട്ട് പിന്നെ അതിന് ശേഷം അവരുടെ ഭർത്താവ് അബൂ സലമ റളിയല്ലാഹു അൻഹു മരിച്ചു പോവുകയാണ്. അപ്പോൾ നമുക്കറിയാലോ ഓൾറെഡി സഹാബികൾ മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യമാരെ എങ്ങനെയെങ്കിലുമൊക്കെ ടേക്ക് ചെയ്യാറുണ്ട്. ഒന്നില്ലെങ്കിൽ മറ്റുള്ള സഹാബികളുടെ വിവാഹം ചെയ്യാനൊക്കെ പറയാറുണ്ട്. ഒരു ഹദീസിൽ പറയുന്നുണ്ട് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുന്നതായിട്ട് അബൂ സലമ റളിയല്ലാഹു അൻഹു മരിച്ചപ്പോൾ ഭയങ്കര ഇതിലായിരിക്കും. അപ്പോൾ സാരല്ല, ഇതിനേക്കാൾ നല്ലത് പടച്ചവൻ നിങ്ങൾക്ക് വെച്ചിട്ടുണ്ടാവും. നമ്മൾ പൊതുവെ പറയുന്ന പോലെ ആരോ പറഞ്ഞപ്പോൾ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറഞ്ഞത്രേ, എനിക്ക് അബൂ സലമ റളിയല്ലാഹു അൻഹുവിനേക്കാളും ബെറ്ററായിട്ട് എനിക്ക് ആരെ കിട്ടാനാണ്, അത്രയും നല്ല മനുഷ്യനായിരുന്നുള്ള രീതിയിൽ. പക്ഷെ ഞാൻ അറിഞ്ഞില്ല പടച്ചവൻ എനിക്ക് വേണ്ടി കണ്ടുവച്ചിട്ടുണ്ടായിരുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണെന്ന്. കാരണം അദ്ദേഹത്തിനേക്കാൾ ശ്രേഷ്ഠനായിട്ട് വേറെ ആരും ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം ഇവിടെ നമ്മൾ വീണ്ടും ആലോചിക്കണം. നമ്മൾ ഓരോന്ന് നമ്മളെ ലൈഫിൽ വരുമ്പോൾ നമ്മൾ വിചാരിക്കും എന്താണ് നമുക്ക് നല്ലതല്ല അല്ലെങ്കിൽ ഭയങ്കര ഇതാണെന്ന് വിചാരിക്കും. പക്ഷെ പിന്നീട് നമുക്ക് അതിൻ്റെ അടിയിൽ ഒളിഞ്ഞിരിക്കുന്ന ബ്ലെസ്സിങ് നമ്മൾ പിന്നീടാണ് കാണുന്നത്. അപ്പോൾ അതോടെ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ജസാക്കല്ലാഹു ഖൈറൻ. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.